ഹലോ കൂട്ടുകാരെ, ഇത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണത് എവിടേക്കെന്ന് വെച്ചാൽ ഇന്ന് മോനിക്കൊരു അവാർഡ് ദാന ഫംഗ്ഷൻ ഉണ്ട്. അവൻ LSS വിന്നറാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ പ്ലേസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഫംഗ്ഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മളിതാ രജിസ്ട്രേഷനും മറ്റും കൗണ്ടറിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ വിന്നേഴ്സ് ഉണ്ട് കേട്ടോ. ആയിരത്തിൽപ്പരം വിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ തന്നെ നമുക്കതിനുള്ള മൊമെൻ്റ് കിട്ടും കേട്ടോ. അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ ഒരു ഗ്രേപ്സിൻ്റെ ചോപ്സും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഫംഗ്ഷൻ നടക്കുന്ന മെയിൻ ഹാളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സീറ്റുകൾ ഒക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവരിതാ ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഓരോ സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാർ നേതൃത്വം നൽകുന്ന ഒരു ഫ്ലെയിം എജു കോൺക്ലേവ് എന്ന പരിപാടിയാണ് കേട്ടോ. ഇതിൽ മുഖ്യ അതിഥികളായിട്ട് വരുന്നത് നമ്മുടെ സിനിമ ആർട്ടിസ്റ്റ് ബേസിൽ ജോസഫും പാലക്കാട് MLA പിഷാരടി സാറുമാണ്. എന്താ നമ്മുടെ ഹാളൊക്കെ ഏകദേശം ഫുള്ളായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ LSS, USS, NMS, SSLC, +2 കുട്ടികളെയാണ് ആദരിക്കുന്നത്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൻസൂർ സാറിൻ്റെ അടിപൊളി ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മുഖ്യ അതിഥികളെ സ്വീകരിക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇനി കാണുന്നത്. നമ്മളേവരെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രമേശ് പിഷാരടി, പാലക്കാടിന്റെ പുതിയ ജനനായകൻ ഇങ്ങോട്ട് കടന്നു വരുന്നു. ഒപ്പം ബേസിൽ ജോസഫ്, മിന്നൽ മുരളിയുടെ ജയ ജയ ജയഹയുടെ ബേസിൽ ജോസഫ് ഇതാ ഇങ്ങോട്ട് കടന്നു വരികയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾ കാരണം നമുക്കും ഇത്രയും വലിയൊരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ. നമുക്കൊന്നും കിട്ടാതെ പോയ ഭാഗ്യങ്ങൾ നമ്മുടെ മക്കളിലൂടെ നമ്മൾ നേടിയെടുക്കുക. അപ്പോൾ ഈ പരിപാടിക്ക് ശേഷം പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.